ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പാർട്ട് 2-ലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2-ലെ യൂണിറ്റ് 13, അതായത് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്ത് ചെയ്യുക, അതാദ്യം പോയി കാണുക. അതിനുശേഷം വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, ഇനി അതല്ല, ഇത് കണ്ടിട്ട് ഇതിന്റെ എക്സാം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം റഷ്യൻ വിപ്ലവത്തെ കുറിച്ച്. നമ്മൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് റഷ്യൻ വിപ്ലവം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. കൃത്യമായിട്ട് ഇത് കേട്ടിട്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇതിലുള്ള കാര്യങ്ങൾ മുഴുവൻ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. റഷ്യൻ വിപ്ലവം എന്ന് എഴുതിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. കേട്ടിട്ട് ചെറിയ നിങ്ങൾക്ക് അറിയാത്ത കാര്യം പോയിന്റ് ആക്കിയിട്ട് മാത്രം എഴുതിയാൽ മതി. പിന്നെ അതിങ്ങനെ ഓർത്തെടുക്കുക. അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ മുഴുവൻ അങ്ങനെ എഴുതി പോയാൽ നമുക്ക് എഴുതാനേ സമയം കാണും. അങ്ങനെ നിങ്ങൾ എഴുതണ്ട. അറിയാത്ത കാര്യം മാത്രം ജസ്റ്റ് പോയിന്റ് ആക്കി എഴുതി വെച്ചേക്കുക. പിന്നെ അത് ഓർത്ത് നോക്കുക, ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ റിവിഷന് അത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കിയാലോ, റഷ്യൻ വിപ്ലവം ഇത് ലെനിന്റെ സമാഹൃത കൃതികൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോ അതൊന്ന് നോക്കുക. ഏതാണ് സമാഹൃത കൃതികൾ, ആരുടേതാണ്? ലെനിൻ. ഓക്കെ, അതൊന്ന് ആദ്യം നോട്ട് ചെയ്യാം. അപ്പൊ അതിലെന്താ പറയുന്നത്, ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിന്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർ കൊള്ള ചെയ്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിന്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തിരുന്നു? കൃഷിക്കാർ കൊള്ള ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അവർ പട്ടിണി കിടക്കുന്നതും വാത്തിന്റെ കാൽ ഭക്ഷിക്കുന്നതും റൊട്ടിക്ക് പകരം ചളിക്കട്ടകൾ ഭക്ഷിക്കുന്നതും അജീർണം ബാധിച്ച് പ്രാണവേദന കൊണ്ട് മരിക്കുന്നതും. അതേസമയം നിക്കോളാസ് രണ്ടാമന്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും മുതലാളിമാരും ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ്. ഓക്കെ, നിക്കോളാസ് രണ്ടാമന്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും അതുപോലെ മുതലാളിമാരും എന്ത് ചെയ്യാണ്? അവർ ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ്. ലെനിന്റെ സമാഹൃത കൃതികളിൽ നിന്നുള്ളതാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോ ഇപ്പോ ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ചെറിയൊരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം നമുക്ക്. എന്താണ് സാർ ചക്രവർത്തിയും ജനകീയ സഭയും? സാർ അതായത് TSAR കേട്ടോ. റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കന്മാർ സാർ ചക്രവർത്തിമാർ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോ റഷ്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ഭരണകർത്താക്കൾ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കളെ എന്താ വിളിച്ചിരുന്നത്? സാർ ചക്രവർത്തിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും മാത്രമല്ല, ആരെയും നാട് കടത്തുന്നതിനും തടങ്കലിൽ ഇടുന്നതിനും ഈ ചക്രവർത്തിക്ക് എന്തുണ്ടായിരുന്നു? അധികാരം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ നിയമിക്കുക മാത്രമല്ല, അവരെ പിരിച്ചുവിടാനും അതുപോലെ നാട് കടത്താനും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട് കടത്താനും തടങ്കലിൽ ഇടുന്നതിനും ഈ ചക്രവർത്തിക്ക് എന്തുണ്ടായിരുന്നു? അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഓക്കെ, ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ജപ്പാനുമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായ ജനങ്ങൾ. എങ്ങനെയൊക്കെ? ദുരിതപൂർണമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, പിന്നെന്താണ്? സാമ്പത്തിക മാന്ദ്യം, അതുപോലെ ജപ്പാനുമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായ ജനങ്ങൾ. ആരുമായിട്ട്? ജപ്പാനുമായിട്ട് അല്ലെ. ഇങ്ങനെയുള്ള യുദ്ധം ഇവ കൊണ്ടൊക്കെ രോഷാകുലരായിട്ടുള്ള ജനങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ നവീകരണത്തിനായി സാർ നിക്കോളാസ് രണ്ടാമനോട്, അന്നത്തെ ചക്രവർത്തിയായിട്ടുള്ള സാർ, നമ്മൾ പറഞ്ഞല്ലോ സാർ പദവി, സാർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിൽ?
ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു. അവരെവിടേക്ക് പോയി? സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. ആരുടെ നേതൃത്വത്തിൽ? ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ. കാരണം എന്തായിരുന്നു? അവരുടെ ജീവിതം, തൊഴിൽ സാഹചര്യങ്ങൾ, അതുപോലെ അതൊക്കെ ദുരിതപൂർണമായിരുന്നു. അതുപോലെ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിരുന്നു. പിന്നെ ജപ്പാനുമായിട്ട് നടന്നുകൊണ്ടിരുന്നു യുദ്ധം. ഇതുകൊണ്ടൊക്കെ ജനങ്ങൾക്ക് എന്തായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ രോഷാകുലരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യാണ്? സാമ്പത്തിക അതുപോലെ രാഷ്ട്രീയ നവീകരണത്തിന് വേണ്ടിയിട്ട് നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർക്കുകയും 100-ലധികം തൊഴിലാളികൾ എന്ത് ചെയ്യപ്പെടുകയാണ്? കൊല ചെയ്യപ്പെടുകയും ചെയ്തു. 1905 ജനുവരി 22-ന്, ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക. 1905 ജനുവരി 22, 1905 ജനുവരി 22-ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് എന്തെന്ന് പറയുന്നത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മോട് ചോദിക്കാം, ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും ചോദിക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഏത്? ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നുള്ളത്. ആ വർഷം ഓർത്തു വച്ചേക്ക, 1905 ജനുവരി 22-ന്. കിട്ടിയോ? അങ്ങനെ ജനരോഷത്തെ തുടർന്ന് ദ്യുമ ഈ ജനങ്ങള് ആകെ രോഷാകുലരാണ് അല്ലെ. ഇതിനെ തുടർന്ന് ദ്യുമ എന്ന പാർലമെന്റ് രൂപീകരിക്കാൻ ചക്രവർത്തി എന്ത് ചെയ്യുകയാണ്? സമ്മതം മൂളുകയാണ്. എന്നാൽ എന്താ പ്രശ്നം? ദ്യുമയിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദ്യുമ എന്ന പാർലമെന്റ് ഒക്കെ രൂപീകരിച്ചു. പക്ഷെ ഇതിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെന്താ കാര്യം അല്ലെ. അങ്ങനെ തൊഴിലാളികളും വിപ്ലവവും. റഷ്യൻ സമൂഹത്തിൽ 2 ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക, ഒരു കഥ പോലെ കേൾക്ക. റഷ്യൻ സമൂഹത്തിൽ 2 ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളിമാരും കർഷകരും അടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങള്. പ്രഭുക്കളും മുതലാളിമാരും അടങ്ങുന്ന സമ്പന്ന വിഭാഗവും. അങ്ങനെ 2 വിഭാഗം ആളുകള്. ഒരു വിഭാഗത്തില് തൊഴിലാളികള്, അതുപോലെ കർഷകരും അടങ്ങുന്ന സാധാരണപ്പെട്ട ആളുകള്, പിന്നെ പ്രഭുക്കളും മുതലാളിമാരും ചേർന്നിട്ടുള്ള ഒരു സമ്പന്ന വിഭാഗം. സാധാരണ ജനങ്ങളായിരുന്ന കർഷകരെയും തൊഴിലാളികളെയും ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും അവജ്ഞയോടെയാണ് കണ്ടിരുന്നത് അല്ലെ. ആ ഒരു രീതിയിലാണ് കണ്ടത്. സാധാരണ ജനങ്ങളായിരുന്ന കർഷകർ, തൊഴിലാളികൾ, ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും എന്ത് രീതിയിലാണ്? അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. തൊഴിലാളികൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അവർക്ക് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായിരുന്നത്? അവർക്ക് വർദ്ധിച്ച തൊഴിൽ സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞ വേതനം. വർദ്ധിച്ച തൊഴിൽ സമയം, അതായത് ഒരുപാട് നേരം തൊഴിൽ ചെയ്യണം, കുറഞ്ഞ വേതനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനാട്ടോ, മോശം ജീവിത സാഹചര്യമായിരിക്കും അല്ലെ. വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പൊ കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം, ഇതൊക്കെ ആര് നേരിട്ടിരുന്നു? നമ്മുടെ തൊഴിലാളികൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങളായിരുന്നു. തൊഴിലാളികളെ പോലെ തന്നെ കർഷകരുടെയും അവസ്ഥ ദയനീയം തന്നെയായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു കർഷകർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്? കർഷകർ സാമൂഹികമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെട്ടിരുന്നു. കർഷകർ എന്ത് ചെയ്തു? സാമൂഹികമായും സാമ്പത്തികമായിട്ടും അടിച്ചമർത്തപ്പെട്ടു. കൃഷിഭൂമിയിൽ അധികവും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ളതല്ല, കർഷകരിൽ അല്ല കൂടുതലും ഉണ്ടായിരുന്നത്, പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു അധികവും ഉണ്ടായിരുന്നത്. ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം സ്വന്തമായിട്ട് ഭൂമി, ബാക്കി അധികവും ആരുടെ കയ്യിലായിരുന്നു? പ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നു. അങ്ങനെ കർഷകർ നൽകേണ്ട നികുതിയും എന്തു തന്നെയായിരുന്നു? വളരെ കൂടുതലായിരുന്നു. അങ്ങനെ കർഷകരുടെയും അവസ്ഥ എന്തായിരുന്നു? ദയനീയ അവസ്ഥയായിരുന്നു എന്ന് പറയാം.
ഓക്കെ, അപ്പം അത് ഓർത്തു വച്ചേക്കുക. ഇനി നോക്കാം, വിദേശ മുതലാളിമാരുടെ ആധിപത്യവും അതുപോലെ ആധിപത്യവും ചൂഷണവും കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിന് കാരണമാവുകയാണ്. എന്ത് രൂപീകരിക്കാൻ? ട്രേഡ് യൂണിയനുകൾ. ഇത് അവരിൽ രാഷ്ട്രീയ ബോധം വളരുന്നതിന് ഇടയാക്കി. ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത്. ഏതൊക്കെയാണ് പാർട്ടികള്? അതില് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നുള്ളതിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ബോൾഷെവിക്കുകളും രണ്ട് മെൻഷെവിക്കുകളും. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്താണ്? അതിലുണ്ട് ബോൾഷെവിക്കുകളുണ്ട്, അതുപോലെ മെൻഷെവിക്കുകളുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആശയങ്ങളുടെ സ്വാധീനം. വിപ്ലവത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരരും വലിയ പങ്ക് വഹിച്ചിരുന്നു. വിപ്ലവത്തിന് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു? സാഹിത്യകാരന്മാരും വലിയ പങ്ക് വഹിച്ചിരുന്നു. ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന സാഹിത്യകാരന്മാർ? ലിയോ ടോൾസ്റ്റോയ്. ഓക്കെ, അപ്പോ ആരൊക്കെയായിരുന്നു, ആരുടെയൊക്കെ രചനകളായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്? ലിയോ ടോൾസ്റ്റോയ്. ഒന്ന് ലിയോ ടോൾസ്റ്റോയ്, തുർഗനവ്, മാക്സിം ഗോർക്കി. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ആരൊക്കെയായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്, തുർഗനവ്, മാക്സിം ഗോർക്കി തുടങ്ങിയവരുടെ രചനകൾ സാധാരണ ജനതയുടെ ശോചനീയ അവസ്ഥയെ ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചു. ആരുടെയൊക്കെ? ലിയോ ടോൾസ്റ്റോയ്, തുർഗനവ്, മാക്സിം ഗോർക്കി തുടങ്ങിയവരുടെ രചനകൾ സാധാരണ ജനതയുടെ ശോചനീയ അവസ്ഥയെ എന്ത് ചെയ്തു? ഹൃദയസ്പർശിയായിട്ട് ചിത്രീകരിച്ചു. അങ്ങനെ ഈ വിപ്ലവത്തിന് എന്തുണ്ടാക്കും? അതൊരു അനുകൂല സാഹചര്യമായി മാറും അല്ലെ? എന്നാൽ വിപ്ലവം സൃഷ്ടിച്ചതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാർക്സിന്റെയും അതുപോലെ ഫ്രെഡറിക് ഏംഗൽസിന്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. അപ്പോ വിപ്ലവം സൃഷ്ടിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും ആരായിരുന്നു? കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. ഓക്കെ, അപ്പൊ കിട്ടിയോ? അപ്പോ ഈ ആശയങ്ങളുടെ സ്വാധീനം എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോ വിപ്ലവത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ലിയോ ടോൾസ്റ്റോയ്, തുർഗനവ്, മാക്സിം ഗോർക്കി തുടങ്ങിയവരുടെ രചനകൾ ഇതിനൊരു, അതായത് സാധാരണ ജനതയുടെ അവരുടെ മോശം അവസ്ഥ, ശോചനീയ അവസ്ഥ അവരെന്ത് ചെയ്തു? ഹൃദയസ്പർശിയായിട്ട് അവരുടെ രചനകളിൽ ചിത്രീകരിച്ചു. അങ്ങനെ അത് മാത്രല്ല, ഈ വിപ്ലവം സൃഷ്ടിച്ചതും അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാർക്സും എംഗൽസും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. ഓക്കെ, ഇനി മാർക്സിസ്റ്റ് പ്രത്യയ ശാസ്ത്രം നോക്കാം നമുക്ക് എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതില് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രകാരം മനുഷ്യ ജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണയിക്കുന്നത് സമൂഹത്തിലെ ഉൽപാദന രീതിയാണ്. എന്താണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രകാരം എന്താ പറയുന്നത്? മനുഷ്യ ജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണയിക്കുന്നത് സമൂഹത്തിലെ എന്താണെന്നുള്ളതാണ്? ഉൽപാദന രീതിയാണ്. തൊഴിലാളികളാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനമെന്നും അതിനാൽ തൊഴിലാളികളുടെ ആധിപത്യത്തിനായി നിലകൊള്ളണമെന്ന് മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകിയ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും വാദിച്ചു. അപ്പൊ മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകിയതാരാ? കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പൊ അവരെന്താ വാദിച്ചത്? തൊഴിലാളികളുടെ ആധിപത്യത്തിനായി നിലകൊള്ളണമെന്നും മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകി. അതായത് തൊഴിലാളികളാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം, അതുകൊണ്ട് തൊഴിലാളികളുടെ ആധിപത്യത്തിനായിട്ട് നിലകൊള്ളണമെന്നും ഇവര് വാദിച്ചു. കാരണം എന്താണ്? ഇവരുടെ പ്രത്യയശാസ്ത്ര പ്രകാരം മനുഷ്യ ജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണയിക്കുന്നത് എന്താണ്? സമൂഹത്തിലെ ഉൽപാദന രീതിയാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ പങ്കാളിയായിട്ടുണ്ട്. ഏതില്? ഒന്നാം ലോക യുദ്ധം ആരംഭിച്ച സമയത്ത്, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യയും പങ്കാളിയായി.
പങ്കാളിയായി. ആയുധങ്ങളുടെ കുറവും പരിശീലനത്തിന്റെ അഭാവവും മൂലം ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. എന്ത് ചെയ്തു? അന്ന് ആയുധങ്ങൾ എന്താണ് വളരെ കുറവാണ്, അതുപോലെ പരിശീലനവും ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ഇത് സാർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ സാർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നതിന് ഇടയാക്കി. ഈ സമയത്ത് റഷ്യയിലുണ്ടായ ഭക്ഷ്യദൗർലഭ്യം എന്ത് ചെയ്തു? പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ ഉണരുന്നതിന് ഇത് വഴി തെളിച്ചു. മനസ്സിലായോ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആരും പങ്കാളിയായി എന്ന് പറഞ്ഞു? റഷ്യയും പങ്കാളിയായി. ആയുധങ്ങളുടെ കുറവുണ്ടായിരുന്നു, പരിശീലനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ഇത് സാർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയരാൻ കാരണമായി. ഈ സമയത്ത് റഷ്യയിൽ എന്തുണ്ടായി? ഭക്ഷ്യദൗർലഭ്യം ഉണ്ടായി. അത് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാക്കി. ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ ഉണരുന്നതിന് എന്ത് ചെയ്തു? ഇത് വഴിതെളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാജാധികാരം അവസാനിക്കുന്നു. 1917 മാർച്ച് 8 നമ്മൾ മുമ്പൊരു ഡേറ്റ് പഠിച്ചു, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി. 1917 മാർച്ച് 8 ഒന്ന് മനസ്സിൽ പറഞ്ഞ്. 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി. എന്ത് മുദ്രാവാക്യം? ഏകാധിപത്യം നശിക്കട്ടെ. ഈ മുദ്രാവാക്യം ഉയർത്തി സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? പെട്രോഗ്രാദിൽ, എവിടെ വെച്ച്? പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ചും നടത്തി. എവിടെ വെച്ച്? പെട്രോഗ്രാദിൽ. എവിടെ വെച്ച്? പെട്രോഗ്രാദിൽ വെച്ച് പണിമുടക്കും മാർച്ചും നടത്തി. ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു. ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ പിന്നെ എന്ത് ചെയ്യാണ്? ഈ തൊഴിലാളികളുടെ പക്ഷത്ത് ചേരുകയാണ്. സർ നിക്കോളാസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ, അപ്പൊ മെൻഷെവിക്കുകളുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? അലക്സാണ്ടർ കെരൻസ്കി. അല്ലെ, നമ്മൾ പറഞ്ഞു മെൻഷെവിക്കും ബോൾഷെവിക്കും. അതിൽ മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ്, ഇമ്പോർട്ടന്റ് ആണ്, ആരുടെ കീഴിലാണ് താൽക്കാലിക ഗവൺമെന്റ് വന്നത്, രൂപീകരിച്ചത് എന്ന് ചോദിച്ചാല് മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുകയാണ്? ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. 1917 മാർച്ച് 8 എന്ത് മുദ്രാവാക്യം? ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ച് നടത്തുകയാണ്. ഇതിനെ നേരിടാൻ ആരെ അയക്കുകയാണ്? പട്ടാളക്കാരെ. പക്ഷെ ഈ പട്ടാളക്കാരെന്ത് ചെയ്തു? തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു. സാർ നിക്കോളാസ് രണ്ടാമനെ 1917 മാർച്ച് 15 ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്നാണ് സ്ഥാനഭ്രഷ്ടനാക്കിയത്? 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഈ വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. കിട്ടിയോ? ഫെബ്രുവരി വിപ്ലവം. ബ്ലഡി സൺഡേ ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർമ്മയുണ്ടോ? ഇതെന്താണ്? ഫെബ്രുവരി വിപ്ലവം. ഓക്കെ, ഓർത്തു വച്ചേക്കുക. ഇനി തൊഴിലാളി വർഗം സർവാധിപത്യത്തിലേക്ക്. റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ലെനിനായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. മെൻഷെവിക്കിന്റെ നേതാവായിരുന്നു ആര്? അലക്സാണ്ടർ കെരൻസ്കി. പക്ഷേ ബോൾഷെവിക് നേതാവായിരുന്നു, ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായ ലെനിൻ ആയിരുന്നു ഈ റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത്. താൽക്കാലിക ഗവൺമെന്റ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ലെന്നും. അപ്പോ അലക്സാണ്ടർ കെരൻസ്കിയുടെ താൽക്കാലിക ഗവൺമെന്റ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ലെന്നും അതിനാൽ അതിന്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവൺമെന്റ് വരണമെന്നും ആര് വാദിക്കുകയാണ്? ലെനിൻ വാദിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ജനങ്ങൾക്ക് സമാധാനം, ഭക്ഷണം, സ്വാതന്ത്ര്യം അനുവദിക്കുകയില്ല ഏത് താൽക്കാലിക ഗവൺമെന്റ്. അതുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവൺമെന്റ് ആണ് വരേണ്ടതെന്ന് ആര് ബോൾഷെവിക് പാർട്ടി നേതാവായിട്ടുള്ള ലെനിൻ മുന്നോട്ട് വാദിച്ചു. അദ്ദേഹം പുതിയ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അധികാരം ആർക്ക് വേണമെന്നാ പറയുന്നത്? തൊഴിലാളി കൗൺസിലുകൾക്ക്, അതായത് സോവിയറ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ സോവിയറ്റുകൾക്ക് വേണം അധികാരം. സമാധാനം എല്ലാവർക്കും വേണം. അതുപോലെ ഭൂമി കർഷകർക്ക് കൊടുക്കണം. ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്കുള്ളതാണ് ഭക്ഷണം എന്നുള്ളതും എന്താണ് ഈ ലെനിന്റെ പുതിയ ആശയങ്ങളായിരുന്നു. അധികാരം തൊഴിലാളി കൗൺസിലുകൾക്ക്, സമാധാനം എല്ലാവർക്കും, ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്. ഇനി ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി രൂപീകരിച്ച സൈനിക വിഭാഗമായിരുന്നു ചുവപ്പ് കാവൽ സേന. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, ഈ ലെനിന്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് രൂപീകരിച്ച സൈനിക വിഭാഗം ഏതായിരുന്നു? ചുവപ്പ് കാവൽ സേന, റെഡ് ഗോഡ് ആയിരുന്നു. ആരായിരുന്നു? ചുവപ്പ് കാവൽ സേനയായിരുന്നു ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് രൂപീകരിച്ച സൈനിക വിഭാഗം. ബോൾഷെവിക് സംഘങ്ങൾ, അപ്പോ ചുവപ്പ് കാവൽ സേന ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കാട്ടോ. ബോൾഷെവിക് സംഘങ്ങൾ തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗ്രാദിലെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്തു. എന്താ ചെയ്തത്? തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങൾ, അതുപോലെ തീവണ്ടി സ്റ്റേഷനുകൾ, അല്ലെ, വാർത്താവിനിമയ അതിനുള്ള തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗ്രാദിലെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്ത് അതിനുശേഷം താൽക്കാലിക ഗവൺമെന്റിന്റെ ആസ്ഥാനമായ ശൈത്യകാല രാജധാനി, അതൊന്ന് നോട്ട് ചെയ്യുക. താൽക്കാലിക ഗവൺമെന്റിന്റെ ആസ്ഥാനം ഏതായിരുന്നു? ശൈത്യകാല രാജധാനി ഇത് കൈവശപ്പെടുത്തി. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? പുറത്താവുകയാണ്. ഈ വിപ്ലവം എന്തെന്നറിയപ്പെടുന്നു? ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അലക്സാണ്ടർ കെരൻസ്കിയെ പുറത്താക്കുന്നതൊക്കെ പറഞ്ഞു. പറഞ്ഞ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുണ്ടല്ലോ, എന്താ പറയാ, പെട്രോഗ്രാദില് ആര് സ്ത്രീ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് പണിമുടക്കി. 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാർച്ച് നടത്തി. അതിനെ നേരിടാനായിട്ട് പട്ടാളക്കാരെ ഇങ്ങോട്ട് അയച്ചു. പക്ഷെ തൊഴിലാളികളുടെ പക്ഷത്ത് അവർ ചേർന്നു. അങ്ങനെ സർ നിക്കോളസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കി. എന്ത് ചെയ്തു? മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള കെരൻസ്കി എന്ത് ചെയ്യുകയാണ്? ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. ഇതിന് ഫെബ്രുവരി വിപ്ലവം എന്നും. ഇനി എന്ത് ചെയ്യാണ്? ഈ ഇവര് വന്നു, അല്ലെ, ആര്? താൽക്കാലിക ഗവൺമെന്റ് വന്നു. പക്ഷെ എന്താണ്, അത് മുതലാളിമാരുടേതാണെന്നും അപ്പൊ ജനങ്ങൾക്ക് സമാധാനം, ഭക്ഷണം, സ്വാതന്ത്ര്യം ഒന്നും അവർ അനുവദിക്കാത്തത് കൊണ്ട് ഇവർക്ക് ആവശ്യം അധികാരം തൊഴിലാളികൾക്ക് വേണം, സമാധാനം എല്ലാവർക്കും, ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക് എന്ന ലെനിന്റെ പുതിയ ആശയങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്തു? നേടിയെടുക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? ഇവര് ഒരു ചുവപ്പ് കാവൽ സേനയൊക്കെ എന്ത് ചെയ്തു? രൂപീകരിച്ചു. അങ്ങനെ ബോൾഷെവിക് സംഘങ്ങൾ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. പക്ഷെ അതിനുശേഷം താൽക്കാലിക ഗവൺമെന്റ് ആസ്ഥാനമായ ശൈത്യകാല രാജധാനിയും കൂടെ ഇവര് ലെനിന്റെ നേതൃത്വത്തിലുള്ള ഇവര് എന്ത് ചെയ്യാണ്? കൈവശപ്പെടുത്തുകയാണ്. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് പുറത്താവുകയാണ്. ഓക്കെ. പിന്നെന്തായി? ഈ വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ആ രണ്ട് വിപ്ലവവും എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക. ഒക്ടോബർ വിപ്ലവവും പഠിച്ചു വെച്ചേക്കാം. ഇങ്ങനെ ഇതിനെ തുടർന്ന് ലെനിൻ റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും, ഇതിനെ തുടർന്ന് ലെനിൻ എന്ത് ചെയ്യാണ്? റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ലെനിൻ എന്ത് ചെയ്യാണ്? റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളിവിടെ ഓരോ വിപ്ലവങ്ങൾ പറഞ്ഞല്ലോ, ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം ഒക്കെ. ഇവിടെ റഷ്യൻ കലണ്ടർ പ്രകാരം അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ അന്താരാഷ്ട്ര കലണ്ടർ അഥവാ ഗ്രിഗേറിയൻ കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ?
അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ, അതായത് ഗ്രിഗേറിയൻ കലണ്ടറിനേക്കാൾ എത്ര ദിവസം പിന്നിലാണ്? 13 ദിവസം പിന്നിലായത് കൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വച്ചേക്കുക കേട്ടോ. എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ 13 ദിവസം. ഇനി 1870 നമ്മുടെ ലെനിൻ ജനിച്ചിട്ടുള്ളത്. 1870 ലെനിന്റെ ജനനം എന്ന് പറയുന്നത്. സാമൂഹ്യ വ്യവസ്ഥയിൽ മൗലികമായ മാറ്റം രഹസ്യ സംഘടനകൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് നേടാനാകൂ എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ കാഴ്ചപ്പാടാണ് റഷ്യയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി തീർത്തത്. ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് രൂപീകൃതമായ വിപ്ലവ ഭരണകൂടത്തിനും നേതൃത്വം നൽകിയത് ആരാണ്? ലെനിനാണ്. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് രൂപീകൃതമായ വിപ്ലവ ഭരണകൂടത്തിനും നേതൃത്വം നൽകിയത് ലെനിനാണ്. ലെനിൻ എന്താ പറയുന്നത്? സാമൂഹ്യ വ്യവസ്ഥയിൽ മൗലികമായ മാറ്റം രഹസ്യ സംഘടന കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് നേടാനാകൂ എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. ഈ കാഴ്ചപ്പാടാണ് റഷ്യയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി തീർത്തത്. ഓക്കെ, ഇനി വിപ്ലവാനന്തരം ചില ഭരണപരിഷ്കാരങ്ങൾ ലെനിൻ നടപ്പിലാക്കുകയാണ്. എന്തൊക്കെയാണ് ഭരണപരിഷ്കാരങ്ങൾ നോക്കാം നമുക്ക്. എല്ലാ സ്വകാര്യ ഭൂമിയും കണ്ടുകെട്ടി അവ കർഷകർക്ക് വിതരണം ചെയ്തു. സ്വകാര്യ ഭൂമിയൊക്കെ കണ്ടുകെട്ടി എന്ത് ചെയ്തു? കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികളുടെ നിയന്ത്രണം സോവിയറ്റുകളുടെ അല്ലെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കയ്യിലേൽപ്പിച്ചു. റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകൾ ദേശസാൽക്കരിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് രൂപീകരിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുകയാണ്? ഭരണപരിഷ്കാരങ്ങളിൽ അതും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായിട്ടും പിന്മാറുകയാണ്. ഇനി നോക്കാം നമുക്ക് എന്താണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. ബോൾഷെവിക് പാർട്ടിയുടെയും അതുപോലെ സോവിയറ്റുകളുടെയും സംയുക്ത യോഗത്തിൽ ലെനിൻ അവതരിപ്പിച്ചതാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ലെനിനാണ്. ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് മാറുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളാണ് ഇതിൽ വിവരിച്ചിരുന്നത്. അപ്പൊ എന്താണ്? ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് മാറുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളാണ് ഈ ഏപ്രിൽ തീസിസിൽ വിവരിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നത്. എങ്ങനെ? തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നത്. മനസ്സിലായോ? ഇനി നോക്കാം നമുക്ക് മാറുന്ന സാമ്പത്തിക നയം. സാമ്പത്തിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ നടപടികൾ ലെനിൻ സ്വീകരിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ നടപടികൾ ലെനിൻ സ്വീകരിച്ചു. 1921 ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം. അപ്പം എന്നാണ് 1921 ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണം എന്താ അറിയപ്പെടുന്നത്? പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി. സ്വകാര്യ വാണിജ്യം, കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കിലേക്കുമുള്ള ഭാഗികമായ തിരിച്ചുപോക്കായിരുന്നു പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. എന്താണ്? സ്വകാര്യ വാണിജ്യം, അതുപോലെ കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കിലേക്കുമുള്ള ഭാഗികമായിട്ടുള്ള തിരിച്ചുപോക്കായിരുന്നു എന്തെന്ന് പറയുന്നത്? പുത്തൻ സാമ്പത്തിക നയം. വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളായി സംയോജിപ്പിച്ചു. എന്താ ചെയ്തത്? വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായിട്ട് സംയോജിപ്പിച്ചു. അതേസമയം സഹകരണ മേഖലക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? പ്രോത്സാഹനം നൽകുന്നുണ്ട്. വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായിട്ട് സംയോജിപ്പിച്ചു എങ്കിലും സഹകരണ മേഖലക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം നൽകി. എന്നാൽ മുതലാളിത്തത്തിന്റെ പുനരുജ്ജീവനം ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ എന്തുണ്ടായിരുന്നു? കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കിയതോടെ എന്തുണ്ടായി? അദ്ദേഹം യൂണിയൻ ഓഫ്
സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സിനെ ലോകത്തിലെ വൻ ശക്തിയായി വളർത്തി. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിലൂടെ എന്തുണ്ടായി? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, അതായത് USSR അല്ലെ, USSR റഷ്യ എന്താണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സിനെ ലോകത്തിലെ വൻ ശക്തിയായി വളർത്തി. ഇനി നോക്കാം നമുക്ക് വിപ്ലവ പാതയിലെ ചൈന. ഇനി നമുക്ക് ചൈനയെ കുറിച്ച് നോക്കാം. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിന്റെയും വേദന പൂണ്ട ചരിത്രത്തിന് ശേഷം 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിന്റെയും വേദന പൂണ്ട ചരിത്രത്തിന് ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിന്റെയും സാമൂഹിക അടിസ്ഥാനത്തിന്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്വത്തിന്റെയും വിദേശ മൂലധനത്തിന്റെയും രംഗപ്രവേശനമായിരുന്നു അത്. ഇത് എന്താ MN റോയിയുടെ ഇതിലാണ് റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ ഇത് റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന ആരുടേതാണെന്ന് ചോദിച്ചാൽ MN റോയിയുടേതാണ്. അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിന്റെയും വേദന പൂണ്ട ചരിത്രത്തിന് ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിന്റെയും സാമൂഹിക അടിസ്ഥാനത്തിന്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്വത്തിന്റെയും വിദേശ മൂലധനത്തിന്റെയും രംഗപ്രവേശനമായിരുന്നു അത്. ഓക്കെ, മാറിപ്പോവരുത്. ആരുടേതാണെന്ന് ചോദിച്ചാൽ MN റോയിയുടെ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ചൈന എന്നുള്ളതിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി 19ാം നൂറ്റാണ്ടിലെ ചൈനയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവും പ്രത്യാഘാതങ്ങളുമാണ് MN റോയ് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 19ാം നൂറ്റാണ്ടിൽ ചൈനയിലേക്ക് ആര് വരുന്നതാണ്? യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമാണ് MN റോയ് ഇതില് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം. വ്യാപാരത്തിലൂടെ അധികാരത്തിലേക്ക്. കച്ചവട താല്പര്യവുമായി വിദേശ ശക്തികൾ ചൈനയിലും എത്തിയിരുന്നു. കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ നിന്ന് വൻതോതിൽ ലാഭം നേടിയത്. അപ്പൊ ഏത് വ്യാപാരമായിരുന്നു അവർ നടത്തിയിരുന്നത്? കറുപ്പ് വ്യാപാരം അല്ലെ. ഈ കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു ഈ യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ നിന്ന് വൻതോതിൽ എന്തുണ്ടാക്കിയത്? ലാഭമുണ്ടാക്കിയത്. ലഹരി പദാർത്ഥമായ എന്തായിരുന്നു ഈ കറുപ്പ്? ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പിന്റെ ഉപയോഗം വളരെ പെട്ടെന്ന് ചൈനയിൽ വ്യാപകമായത് ചൈനയിലെ ജനതയുടെ ആരോഗ്യത്തെയും അതുപോലെ രാജ്യത്തിന്റെ സമ്പത്തിനെയും ബാധിക്കുകയാണ്. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഉണ്ടായ യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ ഓപ്പിയം വാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പം കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ ചൈനയും ബ്രിട്ടനും തമ്മിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ചൈനയും ബ്രിട്ടനും തമ്മിൽ ഉണ്ടായ യുദ്ധമാണ് കറുപ്പ് യുദ്ധം. ഈ യുദ്ധത്തിൽ ആര് തന്നെ പരാജയപ്പെടുകയാണ്? ചൈന പരാജയപ്പെട്ടു. തുടർന്ന് നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാന തുറമുഖങ്ങളായ കാൻഡൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ ചൈന പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉടമ്പടി, ഏത് ഉടമ്പടി? നാങ്കിങ്. എന്താണ് ഉടമ്പടിയുടെ പേര്? നാങ്കിങ് കേട്ടോ. നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാന തുറമുഖങ്ങളായിട്ടുള്ള കാൻഡൺ, അമോയി, നിങ്പോ, കാൻഡൺ, അമോയി, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഏതൊക്കെയാണ്? കാൻഡൺ, അമോയി, നിങ്പോ, ഷാങ്ഹായ് തുടങ്ങിയ തുറമുഖങ്ങൾ വിദേശ വ്യാപാരത്തിനായിട്ട് ചൈന തുറന്നു കൊടുക്കുകയാണ്. ഇനി രാജവാഴ്ച അവസാനിക്കുന്നു. എന്താ അതിൽ പറയുന്നത്? വിദേശ ശക്തികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടൽ ചൈനയിലെ ജനങ്ങൾക്കിടയിൽ അവരോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ഇതിന്റെ ഫലമായി ചൈനയിൽ ധാരാളം രഹസ്യ സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു ആരെന്ന് പറയുന്നത്? ബോക്സർമാർ. അപ്പൊ ബോക്സർമാർ എന്നുള്ള സംഘടന എവിടെ രൂപം കൊണ്ടതായിരുന്നു? ചൈനയിൽ രൂപം കൊണ്ട രഹസ്യ സംഘടനയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിദേശ ശക്തികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഈ വിദേശ ശക്തികളോട് വെറുപ്പുണ്ടാക്കി. ഇതിന്റെ ഫലമായിട്ട് ചൈനയിൽ ധാരാളം രഹസ്യ സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു ബോക്സർമാർ. ഇവരുടെ ചിഹ്നം ബോക്സർമാരുടെ മുഷ്ടി ആയിരുന്നു. എന്തായിരുന്നു ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത്? ബോക്സർമാരുടെ മുഷ്ടി, അതായത് ബോക്സേഴ്സ് ഫിസ്റ്റ് എന്ന് പറയും.
ഓക്കെ. അങ്ങനെ യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ബോക്സാർ ലഹള അഥവാ ബോക്സർ റെബല്ലിയൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ചൈന നടത്തിയ ചെറുത്തുനിൽപ്പാണ് ബോക്സാർ ലഹള അല്ലെങ്കിൽ ബോക്സർ റിബല്ലിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലഹളക്ക് ശേഷം ചക്രവർത്തി ചൈനയിൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ നടപ്പിലാക്കിയത്? ആ പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷൻ നിയമിച്ചു. ചക്രവർത്തിയുടെ ഇത്തരം പരിഷ്കാരങ്ങൾ ചൈനയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ ചൈന ഭരിച്ചിരുന്നത് ഏത് രാജവംശമായിരുന്നു? മഞ്ചു രാജവംശം. ഈ രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ആര് വിശ്വസിക്കുകയാണ്? നമ്മുടെ ജനങ്ങൾ വിശ്വസിച്ചു. ഇവർക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാസൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇവർക്ക് നേതൃത്വം നൽകിയത്, അതായത് ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം എന്ന് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ആര് വിശ്വസിക്കുകയാണ്? ജനങ്ങൾ വിശ്വസിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ സൺ യാസൻ ആയിരുന്നു. അദ്ദേഹം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാണ് കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത്. എന്താ ചെയ്തത്? ഈ ലക്ഷ്യം, അതായത് പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ഈ ചൈനയെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് അവരെന്ത് പാർട്ടി രൂപീകരിച്ചു? കുമിങ്താങ് പാർട്ടിയാണ് രൂപീകരിച്ചത്. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകുകയും ചെയ്തു. അങ്ങനെ ചൈനയിൽ നിന്ന് മഞ്ചു രാജവംശത്തെ 1911 വിപ്ലവത്തിന് ശേഷം പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് സൺ യാറ്റ്സൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും യുവാൻ ഷിഖെ അധികാരത്തിലേറുകയും ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് ആര്? സൺ യാറ്റ്സൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. യുവാൻ ഷിഖെ അധികാരത്തിൽ, ആരാണ്? യുവാൻ ഷിഖെ, പഠിച്ചേക്ക. യുവാൻ ഷിഖെ അധികാരത്തിൽ ഏറുകയും ചെയ്യുന്നുണ്ട്. 1916 ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് സൺ യാറ്റ്സൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം ഏൽക്കുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു? ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം ആർക്കായിരുന്നു? സൺ യാറ്റ്സൻ ആയിരുന്നു. ഇതിന് റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകി എന്ന് പറഞ്ഞല്ലോ. ഈ റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സൺ യാറ്റ്സൻ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഒഴിഞ്ഞ് യുവാൻ ഷിഖെ എന്ത് ചെയ്യുന്നുണ്ട്? അധികാരത്തിലേറുന്നുണ്ട്. പക്ഷെ 1916 ആര് മരിക്കുന്നുണ്ട്? യുവാൻ ഷിഖെ മരണപ്പെടുന്നുണ്ട്. സൺ യാറ്റ്സൻ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അധികാരത്തിൽ എത്തുന്നു. ഓക്കെ. ഇനി ഡോക്ടർ സൺ യാറ്റ്സനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ സൺ യാറ്റ്സൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി ഒരു സാമൂഹിക പരിഷ്കർത്താവാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ചൈനയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായി ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. സൺ യാറ്റ്സന് ഒരു സാമൂഹിക പരിഷ്കർത്താവാകണം എന്ന് എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. എന്നാൽ ചൈനയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യത ഇല്ല എന്ന് ആര് മനസ്സിലാക്കി? സൺ യാറ്റ്സൻ മനസ്സിലാക്കി. അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കാനായിട്ട് ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. എന്താ സ്ഥാപിച്ചത്? ചൈന പുനരുജ്ജീവന സംഘം. ആരാ സ്ഥാപിച്ചത്? ഡോക്ടർ സൺ യാറ്റ്സൻ അല്ലെ. അങ്ങനെ ഇത് പിന്നീട് എന്ത് പാർട്ടിയായിട്ട് മാറുകയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കുമിങ്താങ് പാർട്ടിയായിട്ട് മാറുകയാണ്. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്? ഡോക്ടർ സൺ യാറ്റ്സൻ അറിയപ്പെടുന്നത്.
ഇനി ജനകീയ ചൈന നോക്കാം. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ചൈനയിലും പ്രചരിക്കാൻ തുടങ്ങി. കർഷകർക്കും തൊഴിലാളികൾക്കും ഇടയിൽ സ്വാധീനമുണ്ടാക്കാൻ 1921 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കർഷകരുടെയും തൊഴിലാളികൾക്കും ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ 1921 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിങ്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. റഷ്യ എന്ത് ചെയ്തിരുന്നു? ചൈനയുടെ പല മേഖലകളിലെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏതിനെ? കുമിങ്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സന്യാസൻ 1925 എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട്. കിട്ടിയോ? ഇനി സന്യാസന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ചിയാങ് കൈഷക്ക്, സന്യാസൻ മരിച്ചു അല്ലെ, മരണത്തിന് ശേഷം ആര് അധികാരത്തിലെത്തുന്നുണ്ട്? ചിയാങ് കൈഷക്ക്. ഓരോരുത്തരുടെയും പേര് എന്ത് ചെയ്യണം? എന്താ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ആരാന്ന് പറഞ്ഞേ? സന്യാസം വന്നു, പിന്നെ അതിനുശേഷം എന്താ യുവാൻ ഷിക്കൈ വരുന്നുണ്ട്, പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം വീണ്ടും സന്യാസൻ അധികാരത്തിലെത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഇവിടെ പിന്നെ സന്യാസന്റെ മരണത്തെ തുടർന്ന് വീണ്ടും അധികാരത്തിൽ ആരെത്തുന്നുണ്ട്? ചിയാങ് കൈഷക്ക് വരുന്നുണ്ട് അല്ലെ. ഈ ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? അധികാരത്തിലെത്തിയ ചിയാങ് കൈഷക്ക് കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപാദനം, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ചിയാങ് കൈഷക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. കൽക്കരി, ഇരുമ്പ് ഇവയുടെ ഉൽപാദനം, എന്തിൻ്റെയൊക്കെ? കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപാദനം, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. ഓക്കെ, തൽഫലമായി എല്ലാ മേഖലകളിലും എന്ത് ചെയ്യാണ്? വിദേശ ശക്തികൾ നിയന്ത്രിച്ചു. ഇതിലൂടെ അവർ വൻ തുക ചൈനയിൽ നിന്ന് കൈവശപ്പെടുത്തുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. സന്യാസൻ മരിച്ചു, അതിനുശേഷം വന്ന ആളാണ് ചിയാങ് കൈഷക്ക്. ഈ ചിയാങ് കൈഷക്ക് കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപാദനം, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം തുടങ്ങിയ പ്രധാനപ്പെട്ടതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുകയാണ്? ഈ വിദേശ ശക്തികൾ അവരുടെ നിയന്ത്രണം വരികയാണ്. ഇതിലൂടെ അവർ വൻതുക ചൈനയിൽ നിന്ന് കൈവശപ്പെടുത്തി. ഈ നയങ്ങളെ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ട്. ചുവപ്പ് സേന, അതായത് റെഡ് ആർമി, ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. മനസ്സിലായോ? ചുവപ്പ് സേന എന്ത് ചെയ്തു? ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സെ തൂങ്ങിന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. എന്താ ചെയ്തത്? ഈ നയങ്ങളെ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സെ തൂങ് തന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് അല്ലെ, 1934 സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്തിനെ എതിർക്കുന്നത്? ചിയാങ് കൈഷക്കിന്റെ ഇതുകൊണ്ടുണ്ടായ അല്ലെ വിദേശ ശക്തികളൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇതിനെതിരെ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയാണ്. അങ്ങനെ ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകുകയാണ്. അങ്ങനെ ഓക്കെ, അപ്പൊ ലോങ് മാർച്ച് എന്നാണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 1934 ഇമ്പോർട്ടന്റ് ആണ്. ലോങ് മാർച്ച് നടത്തി 1934. ഇനി
ഇവിടെ മാവോ സെ തൂങ്ങിനെ കുറിച്ചുള്ളത് കൊടുത്തിട്ടുണ്ട്. 1893 ഡിസംബർ 26 എന്നാണ് 1893 ഡിസംബർ 26 മാവോ ഈച്ചാങ്ങിന്റെയും മാവോ ഈച്ചാങ്ങിന്റെയും പെങ്കി മേയിയുടെയും പെങ്കി മേയിയുടെയും പുത്രനായി ഷാവോ ഷെനിൽ ജനിച്ചു. മാവോ സെ തൂങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിക്കാം. ആരാണ് നേതൃത്വം നൽകിയത്? മാവോ സെ തൂങ്. ഇദ്ദേഹം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമാണ്. അപ്പൊ എന്താണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമാണ് ആരെന്ന് പറയുന്നത്? മാവോ സെ തൂങ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻനിരയിലെത്തിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഈ മാവോ സെ തൂങ്ങിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഈ ലോങ് മാർച്ച് കടന്നുപോയ വഴികളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇനി 1949 ഏപ്രിൽ 21 കുമിങ്താങ് ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. 1949 ഏപ്രിൽ 21 കുമിങ്താങ് ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്നു നാങ്കിങ് ആര് പിടിച്ചെടുക്കുകയാണ്? ചുവപ്പ് സേന പിടിച്ചെടുക്കുകയാണ്. തുടർന്ന് ഒക്ടോബർ 1 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയെ എന്ത് ചെയ്യുകയാണ്? ജനകീയ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ചൈനയെ ജനകീയ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? ഒക്ടോബർ 1 49 ഏപ്രിൽ 21 കുമിങ്താങ് ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. തുടർന്ന് ഒക്ടോബർ 49 ഒക്ടോബർ 1 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രഖ്യാപിക്കുകയാണ്. ഇനി മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം, ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈന എന്ത് ചെയ്യുകയാണ്? നടപ്പിലാക്കുകയാണ്. ചൈനയിൽ നടപ്പിലാക്കുകയാണ്. എന്തൊക്കെ? നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം അഥവാ ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന എന്ത് ചെയ്യുകയാണ്? സുപ്രധാന ശക്തിയായി വളർന്നു. ഈ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് ചൈന എന്ത് ചെയ്തു? ജനകീയ റിപ്പബ്ലിക്കായി. പിന്നെ ചൈനയിലെ വിദേശ ആധിപത്യം അവസാനിച്ചു. ലോകരാജ്യങ്ങൾ അവർക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകുന്നതിന് കാരണമായി. കൃഷിഭൂമി ആർക്ക് ലഭിക്കുകയാണ്? കർഷകർക്ക് ലഭിക്കുകയാണ്. അപ്പൊ ചൈന ജനകീയ റിപ്പബ്ലിക്കായി, ചൈനയിൽ വിദേശാധിപത്യം അവസാനിച്ചു, ലോകരാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകുന്നതിന് കാരണമായി. അതുപോലെ എന്താണ്? കൃഷിഭൂമി കർഷകർക്ക് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഈ വിപ്ലവങ്ങൾ ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നുന്നതിന് ഈ വിപ്ലവം സഹായിച്ചു. ജനാധിപത്യം, സോഷ്യലിസം അല്ലെ, ഈ ആശയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നുന്നതിന് വിപ്ലവം സഹായിച്ചു. വിപ്ലവ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും ചിന്താധാരകളും ആധുനിക ലോകത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അറിയാത്ത കാര്യങ്ങൾ നോട്ട് എഴുതി വെച്ചതിന് ശേഷം അത് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ ഈ ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവരെന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.